അപ്പം നമ്മളിന്ന് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നന്നായി വരും, എക്സാമിന് വരുന്നൊരു ഇതാണ്. 3 മെത്തേഡാണ് ഇതിൽ. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡും, അതേപോലെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും, അതേപോലെ തന്നെ വാം എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇന്ന മെത്തേഡിലാണ് പ്രോബ്ലം ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ നമ്മൾ നോർത്ത് വെസ്റ്റിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ ഈ പ്രോബ്ലം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. 3 ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. F1, F2, F3 3 ഫാക്ടറി ഔട്ട്ലെറ്റും അവർക്ക് 3 മാർക്കറ്റ് പ്ലേസസ് ഉണ്ട്. ഡെസ്റ്റിനേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം D1, D2, D3 എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഫാക്ടറിയിൽ നിന്ന് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പ്രോഡക്ട്സ് മൂവ് ചെയ്യേണ്ടത്, മിനിമം കോസ്റ്റേ പാടുള്ളൂ എന്ന് നമുക്ക് വന്നു എന്ന് വിചാരിച്ചോളൂ. ഇവിടെയൊക്കെ ഫിഗേഴ്സൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ഫാക്ടറിയിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഇവിടെ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓരോ ഫാക്ടറിയിൽ നിന്നും സപ്ലൈ ഉണ്ട്. ഇവിടെ 10 യൂണിറ്റ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് 20 യൂണിറ്റ്സും ഇവിടുന്ന് ഒരു 5 യൂണിറ്റ്സുമാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഡിമാൻഡ് ഉണ്ട്. ഇവിടെ 15 യൂണിറ്റ്സിൻ്റെ ഡിമാൻഡ് ഉണ്ട്. ഇവിടെ ഒരു 10 യൂണിറ്റ്സിൻ്റെ ഡിമാൻഡ് ഉണ്ട്. ഇവിടെയും ഒരു 10 യൂണിറ്റ്സിൻ്റെ ഡിമാൻഡ് ഉണ്ട്. സോ ഇത് യൂണിറ്റ്സ് ആണ്. ഈ സൈഡിൽ ഇത് ഡിമാൻഡാണ്. ഓക്കെ, സോ ഈ ഡിമാൻഡ് യൂണിറ്റ്സിലാണ്, സപ്ലൈയും യൂണിറ്റ്സിലാണ്. ഇതൊക്കെ റുപ്പീസാണ്. F1 D1ലേക്ക് പോകാൻ 4 രൂപയുണ്ടെന്ന് അർത്ഥം, ഒരു യൂണിറ്റിനെ കൊടുത്തു വിടാൻ. ഇനി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഞാൻ പെട്ടെന്നാണ്, കുറേ ബോക്സ് ഒന്നും വരയ്ക്കുന്നില്ല. ഞാൻ ഒറ്റ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ബോക്സുകൾ വരച്ച് സൊല്യൂഷൻ കാണിക്കാം. പക്ഷെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. ഇവിടെ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്തെഴുതി. 6, 2, 4, 5, 8, 3 മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 4, 7 ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്തെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പ്രോബ്ലം ചെയ്യാൻ പോണേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തെഴുതി. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഡിമാൻഡ് ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ മറന്നുപോയി. ഡിമാൻഡ് 15, 10, 10. നമ്മൾ ടോട്ടൽ ആൻസർ ചെയ്യുമ്പോൾ ടോട്ടൽ ഡിമാൻഡ് എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ ഡിമാൻഡ് 15 + 10 + 10. അപ്പോൾ 15 + 10 25, 25 + 10 35 യൂണിറ്റ്സ് ആണ് ഡിമാൻഡ്. ഇതേപോലെ ടോട്ടൽ സപ്ലൈ നമ്മൾ നോക്കുക. ടോട്ടൽ സപ്ലൈ എത്ര യൂണിറ്റ്സ് ഉണ്ട്? ഇവിടെ സൈഡിലാണ് നമുക്കറിയാം സപ്ലൈ ഉള്ളത്. 10 + 20 + 5. അപ്പോൾ 10 + 20 30, 35. ഇത് ടാലി ആവണം. ഡിമാൻഡ് ഷുഡ് ബി ഈക്വൽ ടു സപ്ലൈ എന്ന് പറയുന്ന നമുക്ക് ഈക്വൽ ആവണം. നമുക്ക് വേഗം പ്രോബ്ലം ചെയ്യാൻ പോവുകയാണേ. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർത്ത് വെസ്റ്റ് കോർണർ എടുക്കുക, സെലക്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലുള്ള സെല്ലിലാണ് നമ്മൾ ആദ്യം അലോക്കേഷൻ കൊടുക്കേണ്ടത്. നമ്മളിവിടെ നോക്കുക, ഇവിടെ സപ്ലൈ 10 ആണ്, ഡിമാൻഡ് 15 ആണ്. അപ്പോൾ നമ്മൾ 10 സപ്ലൈ, ഇതിലെ ലീസ്റ്റ് കുറവുള്ളതേ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 10ഉം ഇവിടെ 15ഉമാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്ര കൊടുക്കും? 10 കൊടുക്കും. 10 യൂണിറ്റ് അവിടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റി എഴുതുക. ഈ 10 കൊടുത്തു കഴിഞ്ഞു, ഇപ്പോൾ അവിടെ 0 ആണ്. ഈ 15ലെ 10ഉം കൊടുത്തു കഴിഞ്ഞു. ഇനി അവിടെ എത്രയേ ബാക്കി കൊടുക്കാനുള്ളൂ? 5 കൊടുക്കാനുള്ളൂ. 0 ഇനി അവിടേക്ക് ഒന്നും കൊടുക്കാനില്ല. ഇത് എക്സോസ്റ്റഡ് ആയി. 0 ആവുന്ന കോളം ആയാലും റോ ആയാലും വെട്ടുക. അപ്പം ഞാൻ അത് വെട്ടിക്കളഞ്ഞു. ഇനി അവിടേക്ക് ഒന്നും കൊടുക്കാനില്ല. അപ്പം നമ്മുടെ മെട്രിക്സ് ചുരുങ്ങി കണ്ടോ. ഇനി നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഏതാ? ഈ മെട്രിക്സിൽ ഈ 7 ആണ് നോർത്ത് വെസ്റ്റ് കോർണർ സെൽ. ഇവിടെ 20 ആണ്, ഇവിടെ 5 ആണ്. അപ്പം നമ്മൾ ഏത് കൊടുക്കും? 5 ആണ് കൊടുക്കുക. ചെറുതല്ലേ കൊടുക്കുക. ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറ്റണ്ടേ? ഈ 5ഉം കൊടുത്തു കഴിഞ്ഞു, അത് 0 ആയി അല്ലേ? ഈ 20 വെട്ടിപ്പോയി, 5 കൊടുത്തു. ഇനി അവിടെ എത്രയേ കൊടുക്കാനുള്ളൂ? 15 കൊടുക്കാനുള്ളൂ അല്ലേ? അപ്പോൾ 0 ആയത് കളയണ്ടേ? എക്സോസ്റ്റ് ആയില്ലേ? അപ്പം നമ്മൾ ആ കോളം എക്സോസ്റ്റഡ് ആയി. ഇനിയിപ്പോൾ നമ്മുടെ നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഏതാണ്? ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല്. 8 ആണ്. ഇവിടെയും 10, ഇവിടെ 15. നമ്മൾ കുറവുള്ളതല്ലേ കൊടുക്കുക? 10 കൊടുത്തു.
10 കൊടുത്താൽ ഈ 10 0 ആവും, ഈ 15 എന്താവും 5 ആവും അല്ലേ അവിടെ ബാക്കി. ഓക്കെ ശരി, അപ്പോൾ 0 ആയിട്ടുള്ളത് വെട്ടിക്കളയണ്ടേ, നമ്മൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനി നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഏതാ, ടോപ്പിൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ 2. ഇവിടെ 5 ആണ്, ഇവിടെ 10 ആണ്, നമ്മൾ ചെറുതല്ലേ കൊടുക്കുക, 5 കൊടുത്തു. അപ്പോൾ ഈ 5 എന്തായി 0 ആയി അല്ലേ. ഈ 10 എന്തായി 5 ആയിട്ട് മാറി. ഓക്കെ, 0 ആയത് വെട്ടിപ്പോണ്ടേ, അതാ വെട്ടിപ്പോയി കേട്ടോ. ഇനി നമുക്ക് ഒരൊറ്റ സെല്ലേ ഉള്ളൂ, ഈ 4 മാത്രമേ ഉള്ളൂ. നോക്കി നോക്കൂ, സപ്ലൈയും 5 ഡിമാൻഡും 5 ഈക്വലായി വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഏകദേശം കറക്റ്റായി നമുക്ക് ഐഡിയ കിട്ടി. ഇതും 0 ആയി, ഇതും 0 ആയി. വെട്ടിപ്പോയില്ലേ, വെട്ടിപ്പോയി. പക്ഷെ പ്രോബ്ലം തീർന്നില്ല, എടുത്തെഴുതണം നമ്മൾ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് നമ്മളിത് എടുത്തെഴുതണം. F1 to D1 കണ്ടോ, F1ലെ ലൊക്കേഷൻ ഉണ്ട് അല്ലേ, 10 × 4 40. ഇനി F1 എവിടേക്കും പോയിട്ടില്ല. F2 to D1 5 × 7 35. F2 to D2 10 × 8 80. Okay, then F2 to D3 5 × 2 10. F3 to D3 5 × 4 20. നമ്മളിത് ആഡ് ചെയ്യണം, മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 5 ആണ്, 4 + 3 7, 7 + 8 15, 16 17 18 185 റുപ്പീസാണ്. ഇപ്പോൾ ഏത് സ്ഥലത്തുനിന്ന് ഏത് സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതും ക്ലിയറായി. ടോട്ടൽ കോസ്റ്റ് നമുക്ക് വരുന്നത് 185. സോ ദാറ്റ് ഈസ് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യുന്ന രീതിയാണ് ഞാനിത് കാണിച്ചു തന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.